ഭാർഗവിക്ക് ആരെയാ സംശയം? എന്നുവെച്ചാ മീരയുടെ കൊലയാളി ആരാണെന്ന് ഭാർഗവിക്ക് കൃത്യമായിട്ട് അറിയാലോ. ആരാ ഭാർഗവി അത്? ഭാർഗവിയാണ് പേര് പറഞ്ഞതെന്ന് ഒരിക്കലും ഞങ്ങൾ പുറത്തുവിടില്ല. മാത്രമല്ല, അതോടെ ഭാർഗവി പോലീസിന് വേണ്ടപ്പെട്ട ആളാവുകയും ചെയ്യും. പറഞ്ഞു. എനിക്കറിയില്ല മാഡം, സത്യമായിട്ടും എനിക്കറിയില്ല. നിനക്കറിയില്ല? വേണ്ട അതുല്യ, ഭാർഗവി പേടിച്ചിരിക്കുന്നോണ്ട് പറയാത്തതല്ലേ. ഭാർഗവി എല്ലാം തുറന്നു പറയും. നമുക്ക് പറയിപ്പിക്കാം. സമയമല്ലേ ഉള്ളത്. ഭാർഗവി നമ്മുടെ ആളല്ലേ. ദേവിക എങ്ങനെയുള്ള ആളാ? നല്ല കുട്ടിയാ മാഡം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ. വാസ്തവത്തിൽ ഈ നല്ല കുട്ടിയായ ദേവിക മുരളിയുടെ ഭാര്യയാണോ നന്ദന്റെ ഭാര്യയാണോ? നന്ദമോന്റെ ഭാര്യ. പക്ഷെ സ്വന്തം മോന്റെ ഭാര്യയായിട്ട് കുറച്ചു ദിവസം ഭാർഗവിയുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ, അല്ലേ? ഭാർഗവി, പേടിക്കണ്ട. പിള്ളേരല്ലേ, ഇതൊക്കെ സ്വാഭാവികം. നന്ദനെ കല്യാണം കഴിച്ചത് മറച്ചു വെക്കാൻ ഭാർഗവിയുടെ മുരളിയുടെ അറിവോടെ ഒരു ഒളിവിൽ താമസിക്കൽ അല്ലേ? അല്ല, അത് മാഡം. അതായത് രമണ, ദേവികയ്ക്ക് ഒളിവിൽ താമസിച്ചും ആൾമാറാട്ടം നടത്തിയും ഭാർഗവിക്ക് ഒളിവിൽ താമസിപ്പിച്ചും മുൻപരിചയം ഉണ്ടോന്നും മാഡം ചോദിക്കുകയായിരുന്നു. ഇപ്പൊ മനസ്സിലായോ? മാഡം, സത്യമൊക്കെ പുറത്താവുന്നറിഞ്ഞ് പേടിച്ചിരിക്കുക. പേടിക്കണ്ട ഭാർഗവി. അപ്പോ ഭാർഗവി റിഹേഴ്സൽ എടുത്തു കൊണ്ടുവന്ന ആ കഥാപ്രസംഗത്തിലേക്ക് നമുക്ക് വരാം. ചടങ്ങ് നടക്കുന്ന ദിവസം വൈകിയാണ് ഭാർഗവി ചന്ദ്രോത്തെത്തിയത്. അതെ മാഡം, കുറച്ച് താമസിച്ചു. മുരളിയും ഗൗരിയും വന്നില്ലായിരുന്നല്ലേ? ഇല്ല. അന്ന് ചന്ദ്രോത്ത് സംശയകരമായി ആരെങ്കിലും കണ്ടിരുന്നോ? അയ്യോ മോളെ, അയ്യോ ഓടിയേ മോളെ, അയ്യോ എന്റെ മോള്. കണ്ടിരുന്നോന്ന്? ഇല്ല, ഞാൻ ആരും കണ്ടില്ല. ഇല്ല. മീര, ദേവിക, രജനി, അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഭാർഗവി അവിടുത്തെ ജോലിക്കാരിയായിരുന്നില്ലേ? അപ്പോ ചന്ദ്രോത്തെ സകല കാര്യങ്ങളും അറിയായിരിക്കുമല്ലോ, അല്ലേ? ദേവികയും പ്രഭാവതിയും തമ്മില് എങ്ങനെയായിരുന്നു ബന്ധം? സാധാരണ വീട്ടിലെ പോലെ തന്നെ. എന്നുവെച്ചാ നല്ല സ്നേഹത്തിലായ അമ്മായിമ്മയും സ്വന്തം മോളെ പോലുള്ള മരുമോളും, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയായിരുന്നു. ഭാർഗവി, കള്ളം പറയരുത്. ഇല്ല, ഞാൻ കള്ളം പറയില്ല. പ്രഭാവതി ആളെങ്ങനെയാ? നല്ല ആളാ മാഡം. പാവാ. ഉള്ളതുപോലെ പറയും. ദേഷ്യക്കാരിയാൻ തോന്നും, പക്ഷെ പാവാ. പാവാണല്ലേ? അതെ മാഡം. പ്രഭാവതിയല്ലേ ഭാർഗവിയുടെ മരുമോളെ തൊഴിച്ചു വീഴ്ത്തി? അങ്ങനെയല്ലേ ഗൗരിയുടെ കുഞ്ഞ് പ്രസവത്തിന് മുന്നേ മരിച്ചുപോയത്? അല്ലെന്ന്
അങ്ങനെ നേരത്തെ ഒരു കൊലപാതകം നടത്തിയ ആളെയാണോ പാവോന്ന് പറഞ്ഞത്? നിന്റെ പേരക്കുട്ടിയെ ചവിട്ടിക്കൊന്ന ആള് പാവം അല്ലേ? രണ്ടെണ്ണം പറ്റിക്കട്ടെ മാഡം. അയ്യോ, അതില്ലേ തിരക്ക് പിടിക്കാതെ. കൈത്തരിപ്പ് തീർക്കാൻ ഞാൻ അവസരം തരാം. അയ്യോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മോഷണക്കുറ്റത്തിന് പിടിച്ചോണ്ട് വന്ന സ്ത്രീയെ നടുവൊടിച്ച് ആശുപത്രിയിലാക്കിയ പോലെ ആവരുത്. അവർക്കിപ്പോ ശരിക്കും നടക്കാൻ കൂടെ പറ്റുന്നില്ല. എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം. ഒരു കവള് കുടിച്ചാ മതി. എനിക്ക് എനിക്ക് ഇത്തിരി കൂടെ വെള്ളം വേണം. ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് സമാധാനമായിട്ടിരുന്നോളൂ. എന്നിട്ട് സത്യം തുറന്നു പറയാൻ തയ്യാറായിക്കോ. സാറേ, ഞാനൊരു പാവ സാറേ. അരിയന്നൂർ കാവിലെ കൂത്തുമാടത്തിൽ തിരിവെക്കാൻ പോരുന്നു മകരസൂര്യനും. തേവാരം കാണണം, മേല കൂടണം, തെക്കന്നപ്പുള്ളുവൻ പാട്ടും കേൾക്കണം. തിരുനെൽവാമലയിൽ മേട പുലർക്കാലം പൊൻകണി വെക്കാൻ വെള്ളോട്ടിനുരുളിയൊരുക്കേണം. അങ്ങോട്ട് നോക്കിയേ, നിമ്മി മോള് ഡാൻസ് കളിക്കുക. ആ, ദേവിക മോളെ പഠിപ്പിച്ചു കൊടുത്തേ. തിരുവിരലിൽ ചാർത്താൻ താരമോതിരം, കണ്ണെഴുതാൻ രാവിരുൾ കൂടു കൺമഷി, കസവണിയാൻ മാറ്റിടും മാഘ പൗർണമി, തിരുവേളை പന്തലുമേയാൻ തിരുനാവാമണലോരത്തെ തിരുവാതിര വിനയും പനയോര. ആടി തൊടിയിലേതോ പൊന്നാനിലിമേ, പുലരി വെയിലൊളി പൂക്കാവടിയാടി, തിരുത്തില്ലാനത്തിമില തകിലൊടു പാടി പാടി. അസലായിട്ട് കളിച്ചു മോള്, നന്നായിട്ട് ഡാൻസ് കളിച്ചു. അപ്പോ ഇനി കാര്യങ്ങൾ തുറന്നു പറയാം അല്ലേ? മാഡം, എനിക്കൊന്നും അറിയില്ല, സത്യമായിട്ടും അറിയില്ല. ആ മതി മതി.
ഭാർഗവിയുടെ മരുമോളെ ഒരു കാര്യവുമില്ലാതെ ചവിട്ടി കൂട്ടിയവളാണ് ഈ പ്രഭാവതി. അല്ലല്ല, കാരണമുണ്ട്. നന്ദന്റെ ഭാര്യയായ ദേവികയെ ചന്ദ്രോത്ത് താമസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ഗൗരിയെ ആക്രമിക്കുകയായിരുന്നു പ്രഭാവതി. കുഞ്ഞു മരിച്ചു. നമ്പർ 1 കൊലപാതകം. ക്രിമിനൽ ഒഫൻസാണ്. പക്ഷേ എല്ലാവരും അതങ്ങ് മറച്ചു വെച്ചു. ശരിയല്ലേ? ആന്നല്ല, ഒന്നെങ്കിലാണ് അല്ലെങ്കിൽ അല്ല. അത് പറ. അതെ. ഈ പ്രഭാവതിയും ദേവികയുമായി ശത്രുതയുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ച ഉത്തരം പറയടി. അതെ മാഡം. ദേവികയും മീരയും ശത്രുക്കളായിരുന്നു അല്ലേ? എന്നുവെച്ചാ ഭർത്താവായ നന്ദനെ തട്ടിക്കളയുമെന്ന് ദേവിക ഭയന്നിരുന്നു അല്ലേ? അല്ല മാഡം, എനിക്ക് വ്യക്തമായിട്ട് അറിയാത്ത കാര്യങ്ങളത്. ഇതൊന്നും പറയാൻ എന്നെ നിർബന്ധിക്കല്ലേ മാഡം. എഴുന്നേക്ക്. അയ്യോ അതുല്യേ മാഡം, ഇനി നിന്റെ സമയമാണ്. 2 മിനിറ്റിനുള്ളിൽ കലാപരിപാടി തീർത്ത് നല്ല കുട്ടിയായി ഭാർഗവിയെ തിരിച്ചു കൊണ്ടുപോവാ. ഓക്കെ മാഡം. ആ സാറേ, എന്നെ കൊണ്ടുവല്ലെന്ന് പറ. വാടി. എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറ വാടി സാറേ. ഇങ്ങോട്ട്. സാറേ, എന്നെ വരാൻ. വിടില്ലേ സാറേ? ഇങ്ങോട്ട് വരാനല്ലേ കൊണ്ടുവല്ലെന്ന് പറ സാറേ. സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് സാധ്യത. ഭരണകക്ഷിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ 12 MLA-മാർ ലേക്ക് വ്യൂ റിസോർട്ടിൽ രഹസ്യയോഗം ചേർന്നതായി വിശ്വസനീയ കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നാടിനെ നടുക്കിയ മീര വധക്കേസിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങൾ പുതിയ തലത്തിൽ എത്തിയതിന്റെ സൂചനകളാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. മീരയുടെ കൊലപാതകവും അതിന്റെ എങ്ങുമെത്താത്ത അന്വേഷണവുമാണ്. ഹലോ, ഗവൺമെന്റിനെതിരെയും ബലരാമൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോട്ടെ. ബാക്കി എല്ലാവരോടും പറയേ, ബലരാമൻ പിന്നിലല്ല, മുന്നിൽ തന്നെ ഉണ്ടെന്ന്. ആ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചാലും പതറൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. സർ, കാര്യങ്ങൾ വല്ലാതെ ചൂടുപിടിക്കുകയാണല്ലോ. ചൂടുപിടിക്കാലടോ, ഇനി തിളച്ച് മറിയാൻ പോവാ. പല വൻ തലകളും ഒരുങ്ങി വീഴാൻ പോവാ. എന്ന് വെച്ചാൽ എന്താണ് സാർ നടക്കാൻ പോകുന്നത്? പ്രകാശ് കാത്തിരുന്ന് കണ്ടോ. ഈ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ ഭേദം കണ്ടറിയുന്നല്ലേ നല്ലത്. പിന്നെ വൈകാതെ തന്നെ പ്രകാശിനോടൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എന്താ സർ? വരട്ടെ, കൃത്യസമയത്ത് അത് പറയാം. ഹലോ, എല്ലാം അറിഞ്ഞല്ലോ അല്ലേ? അതെ. ഭാർഗവി, നന്നായിട്ട് പെരുമാറിയോ? ഇവരെന്നെ ശരിക്കും തല്ലി സാറേ. എങ്ങനെ? ഈ പോലീസുകാരി ഭാർഗവിയെ തല്ലിയോന്ന്? ഇല്ല, ആരും എന്നെ ഒന്നും ചെയ്തിട്ടില്ല. നാട് ഞെട്ടിയിരിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയിക്കാൻ നോക്കുകയാണ് ഞങ്ങള്. നിന്റെ ഗൗരിയെപ്പോലെ ഒരു പെൺകുട്ടിയാണ് കഴുത്ത് ഞെരിച്ചു കൊന്നിരിക്കുന്നത്. കൊലയാളിയെ പിടിക്കാൻ അറിയാവുന്നത് പറഞ്ഞു തന്ന് പോലീസിനെ സഹായിക്കാതെ അഭ്യാസം എടുത്താ ഇനിയും കിട്ടും നിനക്ക്. പറ, ദേവിക മീര ശത്രുക്കളായിരുന്നു? അവര് തമ്മിൽ തർക്കമുണ്ടായിരുന്നു. മീര കുഞ്ഞ വഴക്ക് പലപ്പോഴും തുടങ്ങുന്നത്. നിവർത്തിയില്ലാതെ വരുമ്പോഴാ ദേവിയെ കുഞ്ഞ് തിരിച്ചു പറയുള്ളൂ. പ്രഭാവതി അപ്പോ ആരുടെ പക്ഷത്തു നിന്നാണ് സംസാരിക്കാറുള്ളത്? മീര കുഞ്ഞിന്റെ.
അപ്പോ ദേവികയും മീരയും ശത്രുക്കൾ, പ്രഭാവതി മീരയുടെ ഭാഗത്ത് അല്ലേ? അതെ. നന്ദനോ? നന്ദൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കാറ്? ദേവിക കുഞ്ഞിന് വേണ്ടി. നന്ദനും മീരയോട് വിരോധം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നന്ദൻ കുഞ്ഞിനെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് മീരക്കുഞ്ഞ് പുറകെ നടക്കുന്നതുകൊണ്ടാ വിരോധം ഉണ്ടായത്. MLA സിദ്ധാർത്ഥനും രജനിക്കും നന്ദനുമൊക്കെ മീരയോട് തീരെ ഇഷ്ടമില്ലായിരുന്നു, ശരിയല്ലേ? അതെ. അപ്പോ സാഹചര്യം നോക്കുമ്പോ നന്ദൻ, രജനി, സിദ്ധാർത്ഥൻ ഇവരിൽ ആർക്ക് വേണമെങ്കിലും മീരയെ കൊല്ലാം അല്ലേ? അതെ. ഇനി ദേവികയെ കുറ്റവാളിയാക്കി ജയിലിലടയ്ക്കാൻ വേണ്ടി പ്രഭാവതിക്കും വേണമെങ്കിൽ കൊല്ലാം. അതെ. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ പറയണെന്ന് എനിക്ക് എന്നെ അറിയില്ലല്ലോ. ഇനി അവിടെ നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞോ ഭാർഗവി? ഞാൻ പറയാം, എല്ലാം പറയാം. മതി, കരച്ചില് മതിയെന്ന്. എല്ലാം ക്ലിയറായി. ഭാർഗവി പൊയ്ക്കോളൂ, ഏത് സമയത്തും വിളിപ്പിക്കും. വിളിച്ചാൽ ഉടനെ വരണം. ആ പിന്നെ പത്രക്കാരന്വേഷിച്ചു വന്നിരിക്കും എന്തൊക്കെയാണ് ഇവിടെ ചോദിച്ചത് എന്നറിയാൻ വേണ്ടി. എന്തു പറയും? എനിക്കൊന്നും അറിയില്ലെന്ന് പറയാം. അങ്ങനെ പറഞ്ഞാ മതി. പോലീസ് വിളിപ്പിച്ചു, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, വിട്ടയച്ചു. അങ്ങനെ പറഞ്ഞാ മതി. ശരി മേഡം. ശരി. പിന്നെ ഈ പോലീസുകാരി ഒന്നും ചെയ്തില്ലല്ലോ? ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. എന്നെ ഒന്ന് വീട്ടിൽ വിട്ടാ മതി. കരയല്ലേ ഭാർഗവി? സക്കീറേ, യെസ് മാഡം. ഭാർഗവി വീട്ടിൽ കൊണ്ടുവിടെ. ഓക്കെ മാഡം. വാ വാ. ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കാണല്ലോ സിദ്ധു, താനും ബലരാമനും തമ്മിലുള്ള വടംവലി. ഞാൻ എന്ത് വടംവലിക്ക് പോയെന്നാ ഹരിയേട്ടൻ പറയുന്നത്? അന്ന് പ്രഭയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലും ബലരാമനെ കാണാൻ വന്നത് പഴയ സ്നേഹത്തിന്റെ അന്തരീക്ഷം തിരിച്ചു വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച. ബലരാമന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. മകൾ മരിച്ചാൽ സ്നേഹിച്ചു വളർത്തിയ അച്ഛൻ സങ്കടം കൊണ്ട് സമല തെറ്റും. പക്ഷേ ബലരാമൻ
മനഃപൂർവ്വം പകവിട്ടാൻ നിൽക്കുക. അപ്പൊ പിന്നെ കൈയും കെട്ടി വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ. എന്റെ രീതിക്ക് ഞാനും ചെയ്തു. വിജയ് അവനാണെങ്കിൽ അയാൾ ജയിക്കട്ടെ. എന്റെ വീട്ടിൽ വെച്ച് വീട്ടുകാരുള്ളപ്പോ എന്നെ കല്ലെറിയാൻ ആളെ വിട്ടവന് എന്തും ചെയ്യാൻ പറ്റും. കുടുംബത്തിന് നേരെ വരുന്ന ആക്രമണം ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് പ്രതിരോധിച്ചേ പറ്റൂ. MLA സ്ഥാനമല്ല, എന്റെ ഭാര്യയും മക്കളുമാണ് എനിക്ക് പ്രധാനം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.